നമ്പർ ഓഫ് കോയിൻസും ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ ആ നമ്മൾ ഇതിനെ ഒരു പിക്ടോറിക്കൽ റിപ്രസെൻറ്റേഷൻ ആയിട്ട് വരയ്ക്കാന്നുള്ളത് നമ്മൾ ഫസ്റ്റ്. ബാക്കി ഇതിനകത്ത് തന്നിട്ടുള്ള ഇത് നമുക്ക് അതിനകത്ത് എഴുതാം. കോയിൻസ് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, അതായത് വാല്യൂസ് ഞാൻ ഇങ്ങോട്ട് എഴുതാണ്. ടോട്ടൽ കോയിൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 378 കോയിൻസ് ആണ്. പിന്നെ കോയിൻസിൻ്റെ എണ്ണം തന്നിട്ടില്ല, പകരം വാല്യൂസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 13:11:11:7. ഓക്കെ, ഞാൻ മേളിൽ ഒരു കാര്യം എഴുതുന്നു. 50 പൈസ എന്ന് പറഞ്ഞാൽ അര രൂപയാണ്, അത് കണക്ക് 25 പൈസ എന്ന് പറഞ്ഞാൽ 1/4 രൂപയാണ്, അതായത് 1/4 രൂപയാണ്. ഓക്കെ, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് 50 പൈസ കോയിൻ. ഈ 50 പൈസ കോയിൻ്റെ ഈ എണ്ണം എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ തന്നതെല്ലാം പറക്കി എഴുതുക. അതിനുശേഷം റേഷ്യോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഒറിജിനൽ വാല്യൂ വന്നിരിക്കുന്നത് എന്തിൻ്റെ കോയിൻസിൻ്റെ. സോ അതുകൊണ്ട് തന്നെ ഈ വാല്യൂസിനെ നമ്മൾ കോയിൻസിലോട്ട് മാറ്റുക, എങ്കിലേ നമുക്ക് അവിടെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് എന്തിരിപ്പുണ്ട്, ഒറിജിനൽ വാല്യൂ ഓഫ് എന്തിരിപ്പുണ്ട്, കോയിൻസ് ഇരിപ്പുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്താക്കുക, കോയിൻസിൻ്റെ എണ്ണത്തിലോട്ട് മാറ്റുക. 13 1 രൂപ, അത് എണ്ണിയുമ്പോൾ 13 രൂപ വരണമെങ്കിൽ എത്ര 1 രൂപയുടെ കോയിൻസ് കാണും? 13 എണ്ണം കാണും. സോ അതുകൊണ്ട് തന്നെ 11 രൂപ വരണമെങ്കിൽ 22.50 പൈസ കോയിൻ വേണം, എങ്കിലേ 11 രൂപ ആവത്തുള്ളൂ. സോ അതുതന്നെയാണ് നമ്മൾ എഴുതി. പക്ഷേ നമുക്ക് അങ്ങനെ ചിന്തിച്ച് എഴുതുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ എഴുതുമ്പോൾ നമുക്ക് 22 കിട്ടും. അപ്പോൾ ഇവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസിൽ നിന്നും കോയിൻസിലോട്ട് പോകാൻ × 2 ചെയ്യുക, തിരിച്ച് വരാൻ 1/2 ചെയ്യുക. നമുക്ക് 22/2 ചെയ്താൽ 11 കിട്ടും. 11 × 2 കിട്ടിയാൽ 22 കിട്ടും. സോ 22/2 ചെയ്താൽ 11 വരും, 11 × 2 ചെയ്താൽ 22 വരും. സോ ഇവിടെ അപ്പോൾ നമ്മൾ അതുപോലെ എന്ത് ചെയ്യണം, 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം × 4 ചെയ്യുക, 7 × 4 28. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ നമുക്ക് വന്നു 13, 22, 28. സോ ഈ ടോട്ടൽ കോയിൻസിന്റെ എണ്ണം ഇതല്ലേ, ഇതിൽ ഒറിജിനൽ വാല്യൂ ടിക്കറ്റ് ചെയ്യാം 13, 22, 28. അപ്പോൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ നമുക്ക് 63 എന്ന് കിട്ടും. സോ 63 യൂണിറ്റ് ആണ് ഈ 378. അവിടെ നിന്ന് ചെയ്യുമ്പോഴാണ്. സോ അതുകൊണ്ട് 1 യൂണിറ്റ് 6 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വൽ വാല്യൂ എഴുതാം. ഒന്നും കൂടെ ഒന്നും എഴുതി തരാം. ഒരു 3 ആക്ച്വൽ വാല്യൂ എഴുതാം. 13 × 6 78. അതാണെങ്കിൽ തന്നെ 22 × 6 132. 28 × 6 168. അങ്ങനെ ഇത്രയും എന്തുണ്ട്, കോയിൻസ് ഇവിടെ ഉണ്ട്. അപ്പം 378 കോയിൻസിൽ 78 1 രൂപയുടെ കോയിനാണ്, 132 50 പൈസയുടെ കോയിനാണ്, 168 25 പൈസയുടെ കോയിനാണ്. അപ്പോൾ കോയിൻസിനെ കിട്ടും. നമ്മൾ ചോദിച്ചാൽ എന്താ 50 പൈസയുടെ എത്ര കോയിൻസ് ഉണ്ട്? സോ 132 ഉത്തരം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രേ ഉള്ളൂ. നമുക്ക് റേഷ്യോയും തരും, കോയിൻസോ വാല്യൂസോ ഏതൊരു റേഷ്യോ തരും. സോ ഏതൊരു കറസ്പോണ്ടിങ് ഒറിജിനൽ വാല്യൂ തരും. ആ ഒറിജിനൽ വാല്യൂ തന്നത് ഏതിൻ്റെയാണോ അതിലോട്ട് നമ്മൾ വരിക. ഇവിടെ നമുക്ക് കോയിൻസിൻ്റെ ഒറിജിനൽ വാല്യൂ തന്നിട്ടുള്ള, പക്ഷേ നമുക്ക് വാല്യൂസിന്റെ റേഷ്യോ തന്നിരിക്കുന്നു. അപ്പോൾ വാല്യൂസിനെ നമ്മൾ കോയിൻസിലോട്ട് മാറ്റാം. ദെൻ നമുക്ക് ഇപ്പോൾ ഒറിജിനൽ വാല്യൂ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഒറിജിനൽ വാല്യൂ കണ്ടുപിടിക്കാം. 50 പൈസയുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എത്ര രൂപയുടെ 5 രൂപയുടെ കോയിൻ, 2 രൂപയുടേത്, 1 രൂപയുടേത് തന്നിട്ടുണ്ട്. കോയിൻസിന് എഴുതാൻ വേണ്ടി ഞാൻ ഇത് യൂസ് ചെയ്യുന്നു, അതായത് ഈ റോ യൂസ് ചെയ്യുന്നു. സിമിലർലി വാല്യൂസ് എഴുതാൻ വേണ്ടി തൊട്ട് താഴത്തെ റോ ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പം കോയിൻസിനാണ് നമുക്ക് അറിയാം മൊത്തത്തിൽ 40 കോയിൻസ് ഉണ്ട്. അതായത് വാല്യൂ എല്ലാം എണ്ണിയപ്പോൾ 100 രൂപ. അപ്പോൾ നമുക്ക് ഇതിൽ ഒന്നിൻ്റെയും എന്ത് തന്നിട്ടില്ല, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ റേഷ്യോ യഥാർത്ഥ വാല്യൂ എന്തെങ്കിലും തരണം. അപ്പോൾ നമുക്ക് റേഷ്യോ തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് യഥാർത്ഥ വാല്യൂ തന്നെ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇവിടെ XYZ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ XYZ ആയാൽ നമുക്കറിയാലോ താഴത്തെ വാല്യൂവിനെ ഈ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേളിൽ കിട്ടും. സോ അതുകൊണ്ട് തന്നെ വാല്യൂ X ആണ്, അതിനെ ഇതിന്റെ റെസിപ്രോക്കൽ എത്ര 5 ആണ്. സോ റെസിപ്രോക്കൽ 1/5. സോ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ X/5 എന്ന് വരും. സോ അത് ഫ്രാക്ഷനിലോട്ട് പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മേളത്തെ വാല്യൂ അസ്യൂം ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് XYZ. സോ 5ന്റെ X കോയിൻസ് ഉണ്ട്, 2ന്റെ Y കോയിൻസ് ഉണ്ട്, 1ന്റെ Z കോയിൻസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് താഴോട്ട് എഴുതാം. ഓക്കെ, താഴോട്ട് എന്ത് വരും നമുക്കറിയാലോ, മേളിലോട്ട് കയറാൻ ഈ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, താഴോട്ട് കയറാൻ റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ X ഡിവൈഡഡ് ബൈ 1/5. സോ 5X എന്ന് വരും. സോ സിമിലർലി താഴോട്ട് വരാൻ റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2Y എന്ന് വരും. സിമിലർലി 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെയാണല്ലോ, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് Z തന്നെ. സോ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയില്ലേ, Xഉം Yയും Z കൂടെ ആഡ് ചെയ്യുന്നതാണ് 40. അതുകൊണ്ട് തന്നെ 5X + 2Y + Z ആണ് 100. സോ ഈ 2 ഇക്വേഷൻ കൂടെ ഞാൻ മൈനസ് ചെയ്യാണ്. സോ ഈ ഇക്വേഷൻ മൈനസ് മുകളിലത്തെ ഇക്വേഷൻ ചെയ്യുമ്പോൾ 4X + Y ആണ് എന്ന് പറയുന്നത് 60. സോ അവിടെ നിന്ന് നമുക്ക് Yയുടെ വാല്യൂ എഴുതാം. X വേണം, നമുക്ക് ഇവിടെ വാല്യൂസ് X വേണം. സോ അതുകൊണ്ട് Y = 60 - 4X. സോ നമുക്കറിയാം Y എന്ന് പറഞ്ഞാൽ എന്താ, 2 രൂപ, 2 രൂപയുടെ കോയിൻസിൻ്റെ ആണോ, അതൊരിക്കലും എന്താവത്തില്ല, നെഗറ്റീവ് നമ്പർ ആവത്തില്ല. സോ ഇത് ഓൾവേസ് എന്തായിരിക്കും, 0യേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ 15നേക്കാൾ താഴെയാണ്. അഥവാ 5 രൂപയുടെ കോയിൻസിന്റെ എണ്ണം 15നേക്കാൾ താഴെയാണ്. അത് നമുക്ക് കിട്ടിയില്ലേ. സോ ഇത് വെച്ച് നമ്മൾ ഓപ്ഷൻ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഓപ്ഷൻ 13 മാത്രമേ അങ്ങനെ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ അല്ലാതെ 13, 5, 7 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും. സോ അതിനുവേണ്ടി Yയുടെ ഇക്വേഷനെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. സോ അതിന്റെ ഫലമായിട്ട് X + 60 - 4X + Z which is equal to 40. സോ ഇവിടെ നിന്ന് Z മാത്രം 20/3 എത്ര വരും, 6 പോയിന്റ് സംതിങ് എന്ന് വരും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി 6 പോയിന്റ് സംതിങ്ങിനേക്കാൾ വലുതും 15നേക്കാൾ ചെറുതും ആയിരിക്കും എന്തെന്ന് പറയുന്നത് വാല്യൂ, Xന്റെ വാല്യൂ. സോ അവിടെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ